وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് നൽകുന്നു. നമുക്കറിയാം, ദീനുൽ ഇസ്ലാമിൽ ഒരു മുസ്ലിം നിർബന്ധമായും നിർവഹിക്കേണ്ട കൽപ്പനകളും വിരോധനങ്ങളും കൃത്യമാണ്, വ്യക്തമാണ് എന്നുള്ളത്. അതനുസരിച്ചിട്ടുള്ള ജീവിതം ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിൽ മനുഷ്യന് ആവശ്യമില്ലാത്തതാണ്, അവൻ്റെ ജീവിതത്തിന് ഉപകാരമില്ലാത്തതാണ് ആ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ഒരു കാര്യം നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ പരലോകത്തിനും ഇഹലോകത്തിനും ഉപകാരമുള്ള കാര്യമാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ഒരു കാര്യം ഹറാമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതെനിക്ക് എൻ്റെ ദുനിയാവിലും പരലോകത്തിലും ഉപകാരമുള്ള കാര്യമാണ്, അതിൽ നിന്ന് വിട്ടുനിൽക്കൽ. സങ്കടമായിക്കൊണ്ട് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ കാണുന്നൊരു കാര്യമാണ്, ആളുകളതാ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് വളരെ തസാഹുൽ, അതിനൊരു ഗൗരവം കാണിക്കാത്തൊരവസ്ഥ കാണുന്നു. സമൂഹത്തിൽ വ്യഭിചരിക്കാത്തവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ചില ആളുകൾ പറയും ഈ കാലഘട്ടത്തിൽ വ്യഭിചരിക്കാത്തവർ ആരുണ്ട് എന്നുള്ള. നഊദു ബില്ലാഹ്. എന്നാൽ ഇതിലെല്ലാം ദീനുൽ ഇസ്ലാമിൽ വ്യക്തമായിട്ടുള്ള നിലപാട് കാണാൻ സാധിക്കും. ഇതിനുള്ള കാരണങ്ങൾ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇത് ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞതായി കാണാം, വലാ തഖ്റബുസ് സിന, നിങ്ങൾ സിനയിലേക്ക് അടുക്കരുതേ, നിങ്ങൾ വ്യഭിചരിക്കരുതേ എന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുതേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അത് മ്ലേച്ഛമായിട്ടുള്ള പ്രവർത്തനമാണ്, അതിൻ്റെ മാർഗങ്ങൾ മോശമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. ഈ ഒരു ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും, യഖൂലു തആല നാഹിയൻ ഇബാദഹു അനിസ് സിന. ആദ്യം അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വ്യക്തമാക്കുന്നു, അവൻ്റെ അടിമകളെ അവൻ വ്യഭിചാരത്തിൽ നിന്ന് വിരോധിച്ചിരിക്കുന്നു. വഅൻ മുഖറബാതിഹി, അതിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെ തൊട്ടും. വെറും വ്യഭിചാരത്തെ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയില്ല, അതിലേക്ക് അടുപ്പിക്കുന്ന എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇന്നഹു കാന ഫാഹിഷ എന്ന് പറഞ്ഞ ഐ ദംബൻ അദീമ, തീർച്ചയായിട്ടും വ്യഭിചാരവും അതിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ പാപമാണ്. വസാഅ സബീല ഐ വബിഅസ ത്വരീഖൻ വമസ്ലക, എത്ര മോശമായിട്ടുള്ള സ്ഥലമാണ്, അതിലേക്ക് മാർഗമാണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്, വ്യഭിചാരം എന്നുള്ളത് അത് മ്ലേച്ഛമായിട്ടുള്ള പ്രവർത്തനമാണ്, അതിലേക്കുള്ള മാർഗങ്ങളും മ്ലേച്ഛമാണ്. അത് സഹോദരങ്ങളെ, സമൂഹത്തിൽ എത്രത്തോളം ആളുകൾ പ്രവർത്തിച്ചാലും അതിനെ ലോലമായി കണ്ടാലും ജനങ്ങൾക്കിടയിൽ അതിനെ അറപ്പില്ലെങ്കിലും അത് ഇസ്സത്തോടുകൂടി വിളിച്ചു പറയുന്ന ആളുകളാണെങ്കിലും ദീനുൽ ഇസ്ലാം നിരോധിച്ചൊരു കാര്യം അത് ഹറാമാണ് എന്നുള്ളത് വ്യക്തമാണ്.
അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചരിച്ച ആളുകൾക്കുള്ള ശിക്ഷ പറയുന്ന സന്ദർഭത്തിൽ അതിന്റെ ഗൗരവത്തെ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടൊരു സ്വപ്നത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ദീർഘമായിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫന്തലഖ്ന, എന്നെ കൊണ്ട് 2 മലക്കുകൾ പോയി, ഫഅതൈനാ ലാ മിസ്ലി തന്നൂർ, ഞാനൊരു അടുപ്പിനെ പോലുള്ള ഒരു ഭാഗത്തെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം അത് വഹ്യാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം അത് വഹ്യാണ്, സത്യമാണ്, അത് ഉള്ളതാണ്. അതിൽ വിശ്വസിക്കുക എന്നുള്ളത് ഓരോ മുഅ്മിന്റെ മേലും വാജിബാണ്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തെന്നൂർ എന്ന് പറഞ്ഞാൽ അടുപ്പെന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം കുടുസായത്. തെന്നൂർ എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ മുകൾ ഭാഗം കുടുസായത്, അടിവിശാലമായത്, ഇതാണ് തെന്നൂർ. ഇതുപോലുള്ളൊരു സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈദാ ഫീഹി ലഗതുൻ, അവിടെ നിന്ന് ശബ്ദമുണ്ടാകുന്നു, ഒരു ഭയാനകരമായിട്ടുള്ള ശബ്ദമുണ്ടാകുന്നു. വ അസ്വാതുൻ, അതുപോലെ തന്നെ ആളുകളുടെ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തലഅനാ ഫീഹി, ഞങ്ങൾ അതിലേക്ക് എത്തി നോക്കി. ഫൈദാ ഫീഹി റിജാലുൻ വനിസാൻ ഉറാത്തുൻ, അതിലുണ്ട് നഗ്നകളായ സ്ത്രീ പുരുഷന്മാർ. വൈദാഹും യഅതീഹിം ലഹബുൻ, അവരെ കൊണ്ടതാ ആ അടുപ്പിനുള്ളിൽ തീയിൻ്റെ ലഹബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജ്വാല മുകളിലേക്ക് എത്തുന്നു. മിൻ അസ്ഫല മിൻഹും ഫൈദാ അതാഹും ദാലിക ലഹബു ലൗള, താഴെ നിന്ന് ആ തീയിൻ്റെ നാളം അവരെ മുകളിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ അവർ ശബ്ദമുണ്ടാക്കുന്നു, ഞങ്ങൾ രക്ഷിക്കണേ, അതുപോലുള്ള കാര്യങ്ങൾ അതിൽ കിടക്കുന്ന സ്ത്രീ പുരുഷന്മാർ ശബ്ദമുണ്ടാക്കുന്നു. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുൽതു, ഞാൻ ചോദിച്ചു, ലഹുമ, അവരോട് 2 മലക്കുകളോട് ചോദിക്കുന്നു, മാഹാ ഉലായ്, ഇവരാരാണ്, ഈ കൂട്ടരാരാണ്, എന്തുകൊണ്ടാണ് ഇവർക്ക് ശിക്ഷ ലഭിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. ഖാല, അവർ പറഞ്ഞു, ഖാലാലി ഇൻതലിഖ്, നീ നടന്നുകൊള്ളുക എന്ന് മറുപടി പറഞ്ഞു. ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് അവർ വിശദീകരിക്കുന്നു ഓരോ പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ച്. അവർ പറഞ്ഞു, അമ്മർ റിജാൽ വൻ നിസാഉൽ ഉറാത്തുൽ ലദീ ഫീ മിസ്ലി ബിനാഇ തന്നൂർ, അടുപ്പ് പോലുള്ള ആ ഒരു കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന നഗ്നരായ സ്ത്രീ പുരുഷന്മാർ ആരാണെന്നറിയാമോ? അവർ ഫഇന്നഹും സുനാതും വസ്സവാനി, അവർ വ്യഭിചരിച്ച സ്ത്രീ പുരുഷന്മാരാണ്. അത്രയേറെ ശിക്ഷയുണ്ട് സഹോദരങ്ങളെ, അത്ര വലിയ ശിക്ഷ ഇതിലുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇത് സഹോദരങ്ങളെ ഖബറിൽ കിടക്കുമ്പോൾ ലഭിക്കുന്ന ശിക്ഷയാണ്, ഖബറിലുള്ള ശിക്ഷയാണ്. നരകത്തിലുള്ള ശിക്ഷ എന്തായിരിക്കും? ഇതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സമൂഹത്തിനെ പഠിപ്പിക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ നിയമമാക്കിയിട്ടുള്ള ഹദ്ദുകൾ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ ഒരു ശിക്ഷ ചെയ്താൽ അത് ദുനിയാവിൽ നിന്ന് ലഭിക്കുന്ന ഭരണാധികാരി നൽകേണ്ട ശിക്ഷ. ഈ ശിക്ഷ നടപ്പാക്കുമ്പോൾ അവിടെ ഏറ്റവും ശക്തമായിട്ടുള്ള ശിക്ഷ ഏതാണ്? നമുക്കറിയാം, അത് വ്യഭിചരിച്ച, നിക്കാഹ് കഴിഞ്ഞ, കല്യാണം കഴിഞ്ഞ വ്യഭിചരിച്ച വ്യക്തിക്കാണ്, സ്ത്രീക്കാണ്. എന്താണ് അത്? എറിഞ്ഞു കൊല്ലലാകുന്നു. അതിൽ നിന്ന് തന്നെ കൃത്യമാണ് സഹോദരങ്ങളെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ അപകടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, ലാ യഹില്ലു ദമിംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ സലാസിൻ, ഒരു മുസ്ലിമിൻ്റെ രക്തം അനുവദനീയമാവുകയില്ല. ഒരു മുസ്ലിമിൻ്റെ രക്തം അനുവദനീയമാവുകയില്ല എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലാൻ പാടില്ല 3 കാര്യങ്ങൾ ഒഴികെ. 3 കാര്യങ്ങൾ അവനിലുണ്ടെങ്കിൽ അവൻ്റെ രക്തം അനുവദനീയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കൊല്ലണമെന്നല്ല, മറിച്ച് ഇസ്ലാമിക ഭരണാധികാരികൾ അവരുടെ മസ്ലഹത്തിനനുസരിച്ച് അത് ചെയ്യണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമതായി അസ്സയ്യിബുസ്സാനി, കല്യാണം കഴിഞ്ഞ വ്യഭിചാരിക്ക് കൊലയാണ് ഇസ്ലാമിന് ശിക്ഷയായിട്ടുള്ളത്, എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. ഇത് പ്രവാചകനും സഹാബത്തും റളിയല്ലാഹു തആല അൻഹും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാം അവരുടെ ജീവകാലഘട്ടത്തിൽ പ്രവർത്തിച്ചതാണ് ഈ ശിക്ഷ. അവർ അത് ചെയ്തതാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. വീണ്ടും പറഞ്ഞു, വന്നഫ്സു ബിൻ നഫ്സ്, ഒരു മുസ്ലിമിനെ കൊന്നാൽ തിരിച്ചു കൊല്ലുക, അതും ഭരണാധികാരി ചെയ്യേണ്ടതാണ്.
അടുത്തതായി കൊണ്ട് പറഞ്ഞു വതാരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലി ജമാഅതി. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിൽ നിന്ന് പിരിഞ്ഞു പോവുക, മുർത്തദ്ദാകുക, ഇതിനും കൊലയാകുന്ന ശിക്ഷ, ഇതിനും കൊല്ലുക എന്നുള്ളതാണ്. ഈ 3 പ്രവർത്തനങ്ങൾ നോക്കൂ. ഇതിൽ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വ്യഭിചാരത്തെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഓർമ്മപ്പെടുത്ത സഹോദരങ്ങളെ, വ്യഭിചാരം എന്നുള്ളത് ആളുകൾക്ക് ഒരു ചായ കൊടുക്കുന്നത് പോലെ ആയിട്ടുണ്ട്. നഊദു ബില്ലാഹ്. മുസ്ലിം ഉമ്മത്തിൽ ജീവിക്കുന്ന പല ആളുകളും, മുസ്ലിമീങ്ങളുടെ പേര് പറയുന്ന പല ആളുകളും പറയുന്നതായി കാണാൻ സാധിക്കും. അതിനെന്താണ് പ്രശ്നം? 2 പേർക്കും താല്പര്യമുണ്ടെങ്കിൽ അതിനെന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും ഓരോ മനുഷ്യന്റെയും മസ്ലഹത്തിനെ കുറിച്ച്, മഫ്സദത്തിനെ കുറിച്ച്. ഓരോ മനുഷ്യനും ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരത്തെ വലിയ പാവമായി കണ്ടിട്ടുണ്ട്. ഇമാം ദഹബി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ കബായിർ എന്ന ഗ്രന്ഥത്തിൽ, വൻപാപങ്ങൾ എണ്ണി പറയുന്ന ഗ്രന്ഥത്തിൽ, അദ്ദേഹം 10ാമത്തെ പാപമായിട്ടാണ് വ്യഭിചാരത്തെ എടുത്തു പറയുന്നത്. ഏകദേശം 70-80 പാപങ്ങൾ എടുത്തു പറയുന്ന ഭാഗത്ത് 10ാമത്തെ പാപമായിട്ടാണ് എടുത്തു പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, അത്രയേറെ വ്യക്തമായി കൊണ്ട് നിരോധിച്ച കാര്യമാണ് വ്യഭിചാരം എന്നുള്ളത്. അതിലേക്ക് എത്തുന്ന മാർഗങ്ങളും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരി വ്യഭിചരിക്കുന്നില്ല, അവൻ വ്യഭിചരിക്കുന്ന സന്ദർഭത്തിൽ മുഅ്മിനായ ഒരു വ്യക്തിക്ക് പൂർണ്ണ ഈമാനോടുകൂടി വ്യഭിചരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, വ്യഭിചരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഈമാൻ വളരെ ദുർബലമായിരിക്കും എന്നുള്ളതാണ്. ഇതിനർത്ഥം വ്യഭിചരിച്ചവൻ ദീനുൽ ഇസ്ലാം പുറത്താണ് എന്നല്ല. അവൻ വ്യഭിചരിക്കുമ്പോൾ, സഹോദരങ്ങൾ വ്യഭിചരിക്കുമ്പോൾ അവന്റെ ഈമാൻ വളരെ ദുർബലമായിരിക്കും, അത്രയേറെ മോശമായിരിക്കും അവന്റെ അവസ്ഥ എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഈ സന്ദർഭത്തിലാണ് അവന്റെ മരണം എത്തുന്നതെങ്കിലോ, ഈ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള അവധി എത്തുന്നതെങ്കിലോ നിങ്ങൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അയ്യു ദംബിൻ അഅലം, ഏത് പാപമാണ് ഏറ്റവും വലുത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, നിന്നെ സൃഷ്ടിച്ചവനായ റബ്ബിന് നീ പങ്കു ചേർക്കലാണ്. ശിർക്കാണ് ഒന്നാമത്തേത്. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, ഖുൽതു സുമ്മ അയ്, പിന്നീട് ഏതാണ് അല്ലാഹുവിന്റെ ദൂതരെ? ഖാല അൻ തഖ്തുല വലദക മിൻ അജ്ലി അൻ യതഅമ മഅക്, നീ നിന്റെ മകനെ കൊല്ലലാണ്, നിന്റെ കൂടെ അവൻ ഭക്ഷിക്കുമെന്ന് പേടിച്ചുകൊണ്ട് നീ അവനെ വധിക്കലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും ചോദിക്കുന്നു, ഖുൽതു സുമ്മ അയ്, പിന്നീട് ഏതാണ് അള്ളാഹുവിന്റെ ദൂതരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുസാനിയ ഹലീലത ജാരിക, നിന്റെ അയൽവാസിയായ തന്റെ സഹോദരന്റെ ഭാര്യയെ നീ വ്യഭിചരിക്കലാകുന്നു. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത് വ്യഭിചാരത്തെയാണ്. അതുപോലെ തന്നെ സഹോദര, വ്യഭിചാരം അത് ആളുകൾക്കനുസരിച്ച് മാറും. അതിൻ്റെ അതിൻ്റെ പാപത്തിൻ്റെ ശക്തി കൂടും എന്നുള്ളതാണ്. അടുത്തുള്ള അയൽവാസിയാണെങ്കിൽ, അതുപോലെ തന്നെ കുടുംബക്കാരാണെങ്കിൽ, അതിനെല്ലാം അതിൻ്റെ അപകടം വർദ്ധിക്കുമെന്നുള്ളത് ഖുർആനിക വചനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും വ്യക്തമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെയും ഹറാമാക്കിയിട്ടുണ്ട്. ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഒരു ഹറാമിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ ഒരു മുസ്ലിം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവൻ ആ ഹറാമിൽ പ്രവേശിക്കും എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ നോക്കൂ, വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദീനുൽ ഇസ്ലാം വ്യക്തമായി കൊണ്ട് ഹറാമാക്കിയതായി കാണാൻ സാധിക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അതിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനുൽ ഇസ്ലാമിനെ അത്രയും കൃത്യമായിട്ടാണ് നിയമമാക്കിയിട്ടുള്ളത്. ദീനുൽ ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും കൃത്യമാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതിൽ ഒന്നാമത്തേത്, വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതെന്താണ്? അവൻ്റെ കണ്ണുകളെ താഴ്ത്തുക എന്നുള്ളതാണ്. കണ്ണുകളെ താഴ്ത്തുക ഈ ഒരു കാലഘട്ടത്തിൽ പ്രയാസമായിട്ടുണ്ടല്ലേ? അതെ, യുവാക്കൾക്കും യുവതികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമെല്ലാം അവൻ്റെ കണ്ണുകളെ താഴ്ത്തുക എന്നുള്ളത് പ്രയാസമായി മാറിയിട്ടുണ്ട്, ആളുകൾക്ക് പ്രയാസമായിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
വലിയ രൂപത്തിൽ കൽപ്പിച്ചതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, കുല്ലിൽ മുഅ്മിനീൻ, പ്രവാചകരെ മുഅ്മിനീങ്ങളോട് പറയുക, യഖുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ അവർ താഴ്ത്തട്ടെ, വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗൂഹ്യ സ്ഥാനങ്ങൾ അവർ സംരക്ഷിക്കട്ടെ, ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും ശുദ്ധിയായിട്ടുള്ളത്, ഉത്തമമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വീണ്ടും പറഞ്ഞു, വകുല്ലിൽ മുഅ്മിനാത്ത്, പ്രവാചകരെ മുസ്ലിം സ്ത്രീകളോട് പറയുക, മുഅ്മിനാത്തുകളോട് പറയുക, യഖുദ്ദുന്ന മിൻ അബ്സാരിഹിൻ, അവരുടെ കണ്ണുകളെ താഴ്ത്താനും, വയഹ്ഫദ്ന ഫുറൂജഹുൻ, അവരുടെ ഗൂഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കാനും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞത് എന്താണ്? കണ്ണുകളെ താഴ്ത്തുക എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യക്തമാണ് കണ്ണുകളെ താഴ്ത്തിയാൽ അവർക്ക് തൻ്റെ ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളത്. ഒരാൾ കണ്ണുകളെ കൃത്യമായി കൊണ്ട് താഴ്ത്തുകയാണ്, അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ സഹോദര, അവർക്ക് എളുപ്പമായിരിക്കും തൻ്റെ ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഐനാനി തസ്നിയാൻ, കണ്ണുകൾ വ്യഭിചരിക്കും. എന്താണ് കണ്ണുകളുടെ വ്യഭിചാരം? വസിനാഹുമൻ നദർ, നോട്ടമാണ് അവരുടെ വ്യഭിചാരമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെ, നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ, അതിൽ കാണാറുണ്ട് പല ഫോട്ടോകൾ, വൃത്തികേട അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങളുമെല്ലാം. ഇതും അതിൽ പെടുന്നതാകുന്നു, ഹറാമാകുന്നു. നീ അതിലേക്ക് നോക്കൽ, നിനക്ക് അനുവദനീയമല്ലാത്ത കാര്യങ്ങളിലേക്ക് നോക്കൽ സഹോദര, അത് ഹറാമാകുന്നു, അത് വ്യഭിചാരമാകുന്നു, കണ്ണിൻ്റെ വ്യഭിചാരമാകുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദര, ഓരോ മുഅ്മിന്റെ മേലും നിർബന്ധമാണ് വ്യഭിചാരത്തിൽ നിന്ന് എത്രത്തോളം വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവൻ്റെ കണ്ണുകളെ താഴ്ത്തുക എന്നുള്ളത്. സഹോദര, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം അത് വളരെ എളുപ്പമാണ്. എന്നാൽ ജനങ്ങളാകട്ടെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ലോലമായി കാണുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് വിരോധിച്ചതാണ്. എന്ന് മാത്രമല്ല, ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും, നോട്ടം അത് വളരെ എളുപ്പം വ്യഭിചാരത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത്. നോട്ടം അത് വളരെ എളുപ്പം വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക, നോട്ടത്തെ സംരക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് പ്രത്യേകിച്ചും സ്ത്രീകളോടുള്ളതാണ്. പുരുഷന്മാർ അവരുടെ ഭാര്യമാരെ, മക്കളെ, സഹോദരിമാരെ, ഉമ്മമാരെ അവർ ശ്രദ്ധിക്കണം. കുല്ലുക്കും മസ്ഊലുൻ അൻ കുല്ലുക്കും റാഇ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മേൽനോട്ടക്കാരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങളുടെ മേൽനോട്ടത്തെക്കുറിച്ച് ചോദിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, അവരുടെ വസ്ത്രം, അവരുടെ വേഷവിധാനം, അവർ എങ്ങനെയാണ് അവരുടെ വേഷവിധാനം ശ്രദ്ധിക്കുന്നത്, എങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും, വഖർന ഫീ ബുയൂതികുൻ, അവർ മുസ്ലിം സ്ത്രീകൾ അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കട്ടെ, അവരുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കട്ടെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഒരു മുസ്ലിം സ്ത്രീ, ചാരിത്രത്തെ ശ്രദ്ധിക്കുന്ന ഒരു സ്ത്രീ, അവർ ആവശ്യത്തിനല്ലാതെ അങ്ങാടിയിൽ ഇറങ്ങുകയില്ല, അത്യാവശ്യത്തിനല്ലാതെ അങ്ങാടിയിൽ ഇറങ്ങുകയില്ല. നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും, അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ചില സന്ദർഭങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. നഊദു ബില്ലാഹ്. പാടില്ല സഹോദരങ്ങളെ, ആവശ്യമില്ലാതെ അങ്ങാടിയിൽ നടക്കുക എന്നുള്ളത് ഒരു സ്ത്രീക്ക് പാടില്ലാത്തതാണ്. ഒരു സമൂഹം നശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ടാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ തന്നെ വിശദീകരിക്കുന്നു, വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്ന അവരുടെ സൗന്ദര്യത്തെ പ്രകടമാക്കുന്നത്, അത് പ്രകടമാക്കാൻ പാടില്ല.
ജാഹിലിയത്തുണ്ടായിരുന്ന സൗന്ദര്യത്തെ പ്രകടമാക്കൽ. എന്തായിരുന്നു അത്? അവരുടെ വീട്ടിൽ ധരിക്കേണ്ട വസ്ത്രം, ഭർത്താവിൻ്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങേണ്ട ആ വസ്ത്രം, ആ അണിഞ്ഞൊരുങ്ങൽ കൊണ്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇറങ്ങുക. ദീനുൽ ഇസ്ലാമിൽ ഒരു സ്ത്രീ ധരിക്കേണ്ട വസ്ത്രം വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅതു ഔറ, ഒരു സ്ത്രീ മുഴുവൻ ഔറത്താണ്. അവളുടെ മുൻകൈയും മുഖവും എല്ലാം ഔറത്താണ് എന്നുള്ളത് വ്യക്തമാണ്. ഖുർആനിക വചനങ്ങളിൽ വ്യക്തമാണ് സഹോദരങ്ങളെ. ഇസ്ലാമിക ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് മുഖവും മുൻകൈയും മറക്കണം എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ഒരാളുടെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ പ്രകടമാകുക എവിടെ നിന്നാണ്? അയാളുടെ മുഖത്ത് നിന്നാണ്. സംശയമില്ലാത്ത കാര്യമാണ്. പിന്നീട് എങ്ങനെയാണ് ഒരാൾ അവരുടെ മുഖം തുറന്നിട്ടുകൊണ്ട് മറ്റുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുക? വ്യക്തമായിക്കൊണ്ട് നിരോധിച്ച കാര്യമാണ് സഹോദരങ്ങളെ അത്. സഹോദരിമാരെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ശരീരം മുഴുവൻ മറക്കാൻ. അത് നിങ്ങൾ പാലിക്കുക സഹോദരിമാരെ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, ഇത് സ്ത്രീകളെ നിന്ദിക്കലല്ല. ചില ആളുകൾ പറയാറുണ്ട് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പരിഗണനയില്ല, അവരെ മുക്കിലാക്കുകയാണ്. എന്താണ് ഇതിനുള്ള കാരണം സഹോദരൻ? ഒരിക്കലും മുക്കിലാക്കലല്ല, അവരെ നിന്ദിക്കലല്ല, മറിച്ച് അവർക്കുള്ള പവിത്രത നൽകലാണ്, അവരെ സംരക്ഷിക്കലാണ്. നമ്മുടെ ഭാര്യമാരെ, മക്കളെ, സഹോദരിമാരെ, പെൺമക്കളെ, ഉമ്മമാരെ എല്ലാവരെയും സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല നിയമമാണ്. നിങ്ങൾ നോക്കൂ, ഈ ഒരു വിഷയം ശ്രദ്ധിക്കുന്ന രാജ്യങ്ങളിൽ കണക്കുകൾ പരിശോധിച്ച് നോക്കൂ. ഈ ഒരു വിഷയം ശ്രദ്ധിക്കുന്ന രാജ്യങ്ങളിൽ പീഡനങ്ങളും മറ്റ് സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളുടെയും കണക്ക് വളരെ കുറവാണ്, ചെറുതാണ്. എന്നാൽ സ്ത്രീകളെ തുറന്നു വിട്ടിട്ടുള്ള, അവ വിശാലമായി കൊണ്ട് തുറന്നു വിട്ടിട്ടുള്ള രാജ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ വളരെ മോശമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദര, നീ നിന്റെ മക്കളുടെയും നിന്റെ പെൺമക്കളുടെയും ഉമ്മമാരുടെയും സഹോദരന്മാരുടെ കാര്യം ശ്രദ്ധിക്കണം. സ്ത്രീകൾ സ്വന്തമായി കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇത്തഖു ദുനിയ വത്തഖു നിസാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കുക, ദുനിയാവിൻ്റെ സമ്പത്തിനെ മറ്റുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക. വീണ്ടും പറഞ്ഞു വന്നിസാ വത്തഖു നിസാ, സ്ത്രീകളെ സൂക്ഷിക്കണം. ഫഇന്ന അവ്വല ഫിത്നത്ത് ബനി ഇസ്രായീൽ കാനത് ഫിന്നിസാ, ബനു ഇസ്രായേലിൽ നിന്നും ആദ്യത്തെ ഫിത്ന, ഒന്നാമത്തെ പ്രശ്നം, ഒന്നാമത്തെ ഫസാദ് അത് സ്ത്രീകളിൽ നിന്നുള്ളതായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിർത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, മാ തറക്തു ബഅദി ഫിത്ന, എനിക്ക് ശേഷം നിങ്ങൾക്ക് ഞാൻ ഒരു ഫിത്നയും ഒഴിവാക്കുന്നില്ല, ഒരു ഫിത്നയെ ഒഴിവാക്കി പോകുന്നില്ല, ഉപേക്ഷിച്ചു പോകുന്നില്ല. അദറു അലർ റിജാലി മിനൻ നിസാ, പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്നുള്ള ഫിത്നയേക്കാൾ അപകടമുള്ള ഒരു ഫിത്നയില്ല. അതാണ് ഏറ്റവും വലിയ ഫിത്ന. ഒരു മനുഷ്യൻ നശിക്കാനുള്ള ഏറ്റവും വലിയ ഫിത്ന സഹോദരങ്ങളെ, അത് സ്ത്രീകളിൽ നിന്നും ലഭിക്കുന്നതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ള പരസ്പരം അവർ ആവശ്യക്കാരാണ്. ഭക്ഷണം പോലെ, വെള്ളം പോലെ ആവശ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്, സാധിക്കുന്നവർ കല്യാണം കഴിക്കട്ടെ. അതെന്താണ്? അഅദ്ദു ലിൽ ബസരി അഹ്സനുൽ ഫർജ്, കണ്ണുകൾ താഴ്ത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതാകുന്നു. അതുപോലെ തന്നെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സംരക്ഷിക്കാനും അതാകുന്നു ഏറ്റവും ഹൈറായിട്ടുള്ളത്. അതിന് സാധിക്കാത്തവർ നോമ്പെടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഫൈനഹ വിജാ, അതൊരു പരിചയമാണ്. പക്ഷേ സഹോദരങ്ങൾ, സാധിക്കുന്നുമെങ്കിൽ നമ്മുടെ യുവാക്കൾക്ക് എത്രയും പെട്ടെന്ന് നിക്കാഹുകൾ നടത്തി കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ മുന്നിട്ടിറങ്ങുക. എന്നാൽ സമൂഹം നന്നാകും, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, അവർക്ക് ഹൈറുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ മക്കൾ, അവർക്ക് അതിനുള്ള കാര്യങ്ങൾ എളുപ്പമാക്കുക എന്നുള്ളത് മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മറ്റൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന അവസ്ഥകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളത്. സ്ത്രീ പുരുഷന്മാർ ഇടകലരുക, അതിൽ വലിയ ഫിത്നയുണ്ട്, അതിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാകുന്നു അത്. സ്ത്രീ പുരുഷന്മാർ എവിടെയെങ്കിലും ഒരുമിച്ചിരുന്നാൽ അവിടെ ഷൈത്താൻ വരും. അതുകൊണ്ട് തന്നെ സഹോദര, ദീനുൽ ഇസ്ലാം വ്യക്തമായിക്കൊണ്ട് അത് വിരോധിച്ചതാണ്. അത് എവിടെയായിരുന്നാലും സ്ത്രീ പുരുഷന്മാർ ഇടകലരുക എന്നുള്ളത് ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിദ്യാലയങ്ങളിലാകട്ടെ, കോളേജുകളിലാകട്ടെ, അതല്ലാത്ത പാർക്കുകളിലാകട്ടെ, യാതൊരു ഉത്തരവാദിത്വമില്ലാതെ
ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അത് ഈ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ദീൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ്, പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ അവർ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം ഉയർത്തണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, പ്രവാചകന്റെ പത്നിമാരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മമാരോട് പറഞ്ഞാണ്, നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ മറ്റു പുരുഷന്മാർക്കിടയിൽ താഴ്ത്തരുത്, മൃദുലമായിക്കൊണ്ട് ലോലമായിക്കൊണ്ട് സംസാരിക്കരുത്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്, മനസ്സിൽ രോഗമുള്ള ആളുകൾക്ക് അതിൽ ആസ്വാദനം ഉണ്ടാകും, അവർക്ക് തെറ്റുകൾക്ക് അവർ അടുക്കും. ഇത് സ്വഹാബാക്കളോടും നമ്മുടെ ഉമ്മമാരോടാണ് പറയുന്നതെങ്കിൽ സഹോദരൻ, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെയും നമ്മുടെയും അവസ്ഥ എന്താണ്? നമ്മൾ ഇതിലേറെ ശ്രദ്ധിക്കണം. മറക്ക പിന്നിൽ നിന്നുകൊണ്ടും ആവശ്യത്തിന് സംസാരിക്കാവുന്നതാണ്, പക്ഷേ അവിടെ ഇസ്ലാമിക മര്യാദകൾ പാലിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ സഹോദര, അതുപോലുള്ളൊരു കാര്യമാണ് ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള യാത്രകൾ, മഹ്റമില്ലാതെയുള്ള യാത്രകൾ. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും, ഈ ഒരു ഇഖ്തിലാത്തുണ്ടല്ലോ, അത് മനുൻ ഖൽവതു ബിൽ അജ്നബിയ്യ, അതിൽ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണും പെണ്ണും ഇടകലർന്ന് മഹ്റമില്ലാതെയുള്ള യാത്രകളിൽ അത് ഹറാമാണ് എന്നുള്ളതിൽ മുസ്ലിം ഉമ്മത്തിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. യാത്രകൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരിമാർ, നമുക്ക് കാണാൻ സാധിക്കും ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ പെൺമക്കളും സഹോദരിമാരെ എല്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വിടുന്നു, ജോലിക്ക് വിടുന്നു, അവർ ഒറ്റക്ക്. പിന്നീട് കേൾക്കുന്ന വാർത്തകൾ സങ്കടമുണ്ടാക്കുന്നതാണ്. ബാംഗ്ലൂരിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും വിടുന്നതായി കാണാൻ സാധിക്കും. പിന്നീട് അവൻ പറയും, എൻ്റെ മകളെ ഞാൻ ഇങ്ങനെ വളർത്തിയതാണ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, അവൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവൾ എന്നെ ചതിച്ചു. സഹോദര, നീ അവൾക്ക് നൽകേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടില്ല, നീ അവൾക്ക് പഠിപ്പിച്ച് നൽകേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ച് നൽകിയിട്ടില്ല, അവളെ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ തൊട്ട് നീ വിരോധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നീട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ ജീവിതത്തിൽ പാലിക്കാതിരുന്നാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ വരുമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതാര് തന്നെ ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കളുടെ കാര്യം, പെൺമക്കളുടെ കാര്യം, ഉമ്മമാരുടെ കാര്യം, സഹോദരന്മാരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അതേക്കുറിച്ച് ചോദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഭർത്താവിൻ്റെ സഹോദരന്മാരോട് ഭാര്യമാർക്ക് കൂടുതൽ അടുപ്പം, കൂടുതൽ ബന്ധം, ഒരു സഹോദരൻ പോലെ, ഒരു മഹ്റം പോലെയുള്ള അടുപ്പം കാണാൻ സാധിക്കും. അത് വ്യക്തമായിക്കൊണ്ട് ദീനുൽ ഇസ്ലാം നിരോധിച്ചതാണ്. അവരൊരിക്കലും മഹ്റമല്ല. കൂടുതൽ സംസാരിക്കാനും ഇടപഴകാനും കാണാനുമുള്ള അവസരം കുടുംബക്കാരുണ്ടാക്കി കൊടുക്കുന്നു. നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, അൽ ഹമു മൗത്തുൻ. ഹം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സഹോദരൻ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരൻ. ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ സഹോദരന്മാർ, കുടുംബക്കാർ, പുരുഷന്മാർ, ഇത് മൗത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിത്നയുടെ അങ്ങേയറ്റമാണ്. ഇത് ദീനുൽ ഇസ്ലാം വ്യക്തമായിക്കൊണ്ട് നിയമമാക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉർഫത്തായിക്കൊണ്ട് ആദത്തായി നടക്കുന്നുണ്ട് എന്ന് കരുതി ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമുക്ക് നിരാകരിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതും ഹറാമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീട്ടിലുള്ള ആളുകൾ, മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഭാര്യമാരും മക്കളുടെ ഭാര്യമാർ, അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ സഹോദരന്മാർ തമ്മിൽ സംസാരിക്കുന്നത്, കണ്ടുമുട്ടുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. എത്ര കുടുംബങ്ങളാണ് സഹോദരൻ നശിച്ചിട്ടുള്ളത് ഒരു കാര്യം കൊണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും എത്ര കുടുംബങ്ങളാണ് നശിച്ചിട്ടുള്ളത്. കാരണം എന്താണ്? ഇവർ പരസ്പരം ബന്ധം. സഹോദരനോട് സഹോദരൻ്റെ ഭാര്യയ്ക്ക് ബന്ധം, ഇക്കാക്കാൻ്റെ ഭാര്യയ്ക്ക് ഇക്കാക്കാൻ്റെ അനിയനോട് ബന്ധം, മോശമായിട്ടുള്ള ബന്ധം. അത് എത്ര മേച്ചതയിലേക്കാണ് എത്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളുടെ ഒരു സ്വഭാവമായി കൊണ്ട് പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്താണ് അവരുടെ പ്രത്യേകത? വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നവരാണ്, അവർ ശ്രദ്ധിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും, എന്തിനെ കൊണ്ടല്ലാതെ അവരുടെ ഭാര്യമാർ, അതല്ലാതെ അതുപോലെ തന്നെ അവരുടെ അടിമമാരെ കൊണ്ടും അവർ അത് ഉപയോഗിക്കും. അതല്ലാത്തതെല്ലാം
അവർ മാറി നിൽക്കുന്നതാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാനും നമ്മുടെ മക്കളെയും സന്താനങ്ങളെയും ഇതുപോലുള്ള തിന്മകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب صرف قلوبنا على طاعتك. وآخر دعوانا أن الحمد لله رب العالمين.